അസ്സലാമു അലൈക്കും. മുന്നൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് മക്കളെല്ലാവരെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? റാഹത്തല്ലേ? അൽഹംദുലില്ലാ, നമുക്കും സുഖമാണ് കേട്ടോ. നോമ്പ് എത്ര പെട്ടെന്നല്ലേ കഴിഞ്ഞ് ഇതാ വന്ന് ഇതാ പോയി എന്ന് പറഞ്ഞോണം. എത്ര പെട്ടെന്ന് നോമ്പലോട് കഴിഞ്ഞ്. ഇനിയിപ്പോൾ എല്ലാവരും പെരുന്നാളാവും പ്രതീക്ഷിച്ച് നിൽക്കുകയല്ലേ. എല്ലാവരും പെരുന്നാൾക്കൊടിയൊക്കെ എടുത്തോ? പൊന്നാര മക്കളെ, ഓള് പിന്നെയും പത്തിരിപ്പൊടിയൊക്കെ ആയി വന്നോ നിങ്ങൾ ആരും വിചാരിക്കാതെ കേട്ടോ. അത് നമ്മുടെ സബ്സ്ക്രൈബറേ പത്തിരിപ്പൊടിക്ക് എത്ര വെള്ളം എടുക്കലും ചോദിച്ചു എന്നോട്. ഞാനാണെങ്കിൽ അതൊന്നും മുറിച്ചൊന്നും നല്ല വെള്ളം ഒന്നും എടുക്കൽ, ഒരു സുമാർ കണക്കിനായിട്ട് എടുക്കും. അതൊന്നെങ്കിൽ ഇങ്ങോട്ട് പാകമായി കിട്ടും, അല്ലെങ്കിൽ തെയ്യാണ്ട് വരും. എന്തായാലും അധികമായി പോലില്ല. തെയ്യാണ്ട് വന്ന് കഴിഞ്ഞാൽ ഞാൻ കെറ്റലിൽ ഇപ്പത്തെ വെള്ളം പത്തിപ്പിച്ച സൈലൊക്കെ ഒഴിച്ചേക്കും. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യല്. തോനെ പൊടിയൊക്കെ ഉള്ളല്ലേ. സാധാരണ നമ്മൾ 2-3 പത്തിരിയൊക്കെ ചൂടുകയാണ് എൻ്റെ ഒക്കെ അളവ് റെഡി ആയിക്കലുണ്ട് കേട്ടോ. ഇതും റെഡി ആയാലുണ്ട്. അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഒഴിച്ചവർക്കൊന്ന് കാട്ടി കൊടുക്കാൻ വേണ്ടി ഞാനൊന്ന് അളന്നിങ്ങാൻ പത്തിരി ചൂടുക കേട്ടോ. സോറി മക്കളെ, അളന്നിങ്ങനെ പത്തിരി ചൂടുകയല്ല, പത്തിരിപ്പൊടി അളന്നിട്ട് വെള്ളം അളന്ന് ഒഴിക്കുക കേട്ടോ. ഞാൻ ഈ കമൻറ്റ് കാണുന്നതിന് മുമ്പ് ഞാൻ പത്തിരിക്കുള്ള വെള്ളം വെച്ചിരുന്നു. പത്തിരിക്കുള്ള വെള്ളം വെച്ചിങ്ങനെ ഞാൻ അത് തിളയ്ക്കണമല്ലോ. അതുവരെ ഞാനൊന്ന് ഫോണൊന്ന് എടുത്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചു. കമൻറ്റിനൊക്കെ എപ്പോഴെങ്കിലൊക്കെയാണ് റിപ്ലൈ കൊടുക്കുക. പിന്നെ ഒരുമിച്ചിരുന്ന് ഞാൻ റിപ്ലൈ തരാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. എന്നപ്പോൾ അത് നോക്കുമ്പോഴാണ് കമൻറ്റ് കാണുന്നത്, നിങ്ങൾ എത്ര താത്ത വെള്ളം എടുക്കൽ പത്തിരിപ്പൊടിക്കുന്നു. എന്നപ്പോൾ എനിക്ക് തോന്നി അതായത് ഞാനിതൊരു പണി എടുക്കുകയാണല്ലോ, എന്നപ്പോൾ അതിന് ഇങ്ങനെയായിട്ട് പാരാൻ വിചാരിച്ചു. 5 കിലോ പൊടിയാണ് കേട്ടോ. ഈ ഡവറെ ഞാൻ ഇട്ട് നോക്കുന്നത് എൻ്റെ വിരലിൻ്റെ അത്ര പൊടി കുറവുണ്ട്, ഈ ഫുള്ളില്ല, അത്ര കുറവുണ്ട് കേട്ടോ. അത്ര തന്നെ ഞാനൊരു പാത്രം വെള്ളം എടുക്കുകയാണ്. ഈ പൊടി ഒന്ന് നികത്തി എടുക്കാനൊന്നും പറ്റൂല കേട്ടോ. നികത്തി എടുക്കുമ്പോൾ അത് അമർന്നു പോകും. ഈ നമ്മൾ പൊടിയൊക്കെ നമ്മൾ ഗ്ലാസ്സിലിടുക അല്ലെങ്കിൽ പാത്രത്തിലൊക്കെ ഇട്ടൊന്ന് കുലുക്കിയോ തട്ടിയോ ചെയ്തിട്ടാണ് അമ്പി പോട്ടോ. എന്നപ്പോൾ നമുക്ക് അളവ് കിട്ടൂലല്ലോ. ഞാൻ മെല്ലെ അമർത്താണ്ട് മെല്ലെ ഒന്ന് നിരത്തി നോക്കുകയാണ്. മുകളിലൊന്ന് കൂമ്പാരയൊക്കെ ഇടുന്നിട്ട് എന്തെങ്കിലും അല്ലേ അളവ് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റൂ. ഞാൻ പത്തിരിപ്പൊടിക്ക് വെച്ച വെള്ളമൊക്കെ എടുത്ത് ഒഴിവാക്കുകയും പിന്നെ ആണെങ്കിൽ കവറിൽ നിന്ന് പത്തിരിപ്പൊടി ഡവറയൊക്കെ ഒഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കാക ചോദിക്കുന്നത് എന്തിനാ അങ്ങനെ ആക്കുന്നത്, സാധാരണ അങ്ങനെ ചെയ്യേയില്ലേ. ഞാൻ പറഞ്ഞൊരു കമൻറ്റ് ഉണ്ട്, ഇത്ര വെള്ളം വേണ്ടിയാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞപ്പോൾ എന്നെ കളിയാക്കാം, പറഞ്ഞു കൊടുക്കേണ്ട ആക്കത് ഇങ്ങ് ഓർമ്മ ഉണ്ടോയെന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞ സത്യമൊക്കെ അറിയാലോ, ഞാൻ സുമാർ കണക്കിനാണ് ഇതൊക്കെ ചെയ്യൽ, അതിനെക്കൊണ്ടാണ് ഞാനിപ്പോൾ അത് അളക്കുന്നതെന്ന്. അങ്ങനെ ഞാൻ പത്തിരിപ്പൊടി ആ പാത്രത്തിന് അളന്ന് വേറൊരു പാത്രത്തിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ആ പാത്രത്തിന് വെള്ളവും അളന്ന് നിങ്ങൾക്ക് കാട്ടിത്തരട്ടോ. നിങ്ങൾക്ക് നല്ല അറിഞ്ഞുകൂടാത്തവർക്ക് കിട്ടോ. നമ്മളെ നാട്ടുകാരൊക്കെ കാണുന്നുണ്ട് എന്നെ കളിയാക്കും. പത്തിരി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്കൊരു ഈസി ആയിട്ട് തോന്നിട്ടോ. അത് അറിഞ്ഞുകൂടാത്ത എത്രയോ ആൾക്കാരുണ്ടാവും. ഓൾക്കൊക്കെ ഒരു ഉപകാരമായിക്കോട്ടെ. അറിഞ്ഞുകൂടാത്തവരാണ് നമ്മളോട് ചോദിക്കുന്നത്. ചില നാട്ടിലേക്കൊന്നും നൈസ് പത്തിരി ഉണ്ടാക്കൂലല്ലോ. കട്ടിപ്പത്തിരി, അല്ലാത്ത പത്തിരി, ടയർ പത്തിരി എന്നൊക്കെ പറഞ്ഞാണ് ഉണ്ടാക്കുക. അതൊന്നും നമ്മൾക്ക് അറിഞ്ഞുകൂടാക്കുക. അതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മളും ചോദിക്കും ഓരോരുത്തരോട്. അങ്ങനെ ഞാനിതാ ഈ പത്തിരിപ്പൊടി അളന്ന പാത്രത്തിൽ ആ പത്തിരിപ്പൊടി എത്ര ആണോ ഉള്ളത് അതേ അളവ് തന്നെ വെള്ളവും എടുത്ത് കിട്ടോ. ഒരു പാത്രം വെള്ളം പാർന്ന് നിൽക്കുന്ന വട്ടച്ചമ്പലേക്ക് പാർന്ന് കൊടുക്കുകയാണ്. പിന്നെ ഞാനൊരു അരപ്പാത്രോട് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഞാൻ ഇത്ര വെള്ളം വെച്ചില്ല കേട്ടോ, ആദ്യം യേശോട് കൂട്ടി കൊടുത്തതാണ്. അത് കൂട്ടാൻ കാരണം നമ്മൾ പത്തിരിപ്പൊടി ഇട്ടിട്ട് വെള്ളം തികഞ്ഞില്ലെങ്കിൽ പിന്നെ വെള്ളം പാരുമ്പോൾ എത്ര പാർന്നൊന്നും പോൽക്ക് മനസ്സിലാക്കിയോളല്ലോ. നമ്മളൊത്തിരി അധികം വെള്ളം പാർന്നിട്ട് അതൊരളവ് കണക്കാക്കി പാർന്നാൽ നമ്മൾ അതിൽ ഇത്തിരി മുക്കി വെച്ചിട്ടാണെങ്കിൽ അത് അളവൊക്കെ നമുക്ക് കാട്ടി കൊടുക്കുകയും ചെയ്യുക. അങ്ങനെ വിചാരിച്ചിട്ടാട്ടോ ഞാനങ്ങനെ അധികം വെള്ളം പാർന്ന്. അങ്ങനെ മക്കളെ, ഒരു പാത്രം പൊടിക്ക് 1.5 പാത്രം വെള്ളമാണ് നമ്മൾ വട്ടച്ചമ്പിൽ ഒഴിച്ചെടുത്തത്. അതിലേക്ക് എത്രയാണോ പൊടി വെച്ചാൽ അതിനനുസരിച്ച് ഉപ്പ് ഇടട്ടോ. ഞാൻ 5 കിലോ പൊടിക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിക്കുന്നത്. എല്ലാ പത്തിരിപ്പൊടിയും ഒരുപോലെ ആയിക്കൂലല്ലോ. ചില പറ്റുള്ള പൊടിയൊക്കെ ഉണ്ടാവും. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പൊടിയൊക്കെ നമ്മൾ മനസ്സിലാകുമല്ലോ പറ്റുണ്ടോ അല്ലേ എന്നൊക്കെ. എനിക്കിപ്പോൾ ഇന്ന് കിട്ടുന്ന പൊടി ആയിക്കൂല നാളെ കിട്ടുന്ന ആയിക്കൂല മറ്റന്നാളെ കിട്ടുക. എന്നപ്പോൾ എൻ്റെ സ്ഥിരമായിട്ട് കൊണ്ടുവന്ന പൊടിൻ്റെ വിവരമൊക്കെ അറിയില്ല കേട്ടോ. ദിവസവും ചുട്ടെങ്കിലല്ലാണ്ട് 5 കിലോ കൊണ്ടുവന്നാൽ 5 കിലോ ഞാൻ ചിലപ്പം പറ്റി ചുടലുണ്ട്. അല്ലാത്ത സമയത്തൊക്കെ കുറച്ച് പറ്റി ചുടലേ ഉള്ളേനു. ഇപ്പോൾ നോമ്പാനെ കൊണ്ട് 5 കിലോന് ഞാൻ എടുത്ത് ചുടലുണ്ട് കേട്ടോ. അങ്ങനെ പറ്റുന്ന പൊടിയാണ് ഓർമ്മ ഉള്ളവരാണെങ്കിൽ 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാണ്ടി വെള്ളത്തിലേക്ക്. എന്നാൽ പറ്റലിനൊക്കെ ഒരു കുറവുണ്ടാവും കേട്ടോ പൊടി കുഴക്കുമ്പോൾ. അങ്ങനെ നമ്മൾ അടുപ്പത്ത് വെള്ളം നല്ലോണം വെട്ടി തെളിച്ച് കിട്ടോ. അതിൽ ഞാൻ കുറച്ചും ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. അതുകൊണ്ട് 2 കൈപ്പാട്ട വെള്ളം അങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി പോരായി ഉണ്ടായാലൊക്കെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ. അധികം ഇപ്പോൾ ഉണ്ടായി വെച്ചിട്ടാ അധികം ഇപ്പോൾ പിന്നെയും പത്തിരിപ്പൊടി ഇടണ്ടേ. പത്തിരിപ്പൊടി ഇട്ട് ഞാൻ പിന്നെ സെറ്റാക്കി എടുക്കുകയും വേണം. അതുമല്ല പത്തിരി അധികമായി പോകുമല്ലോ. നമുക്ക് 200 ചില്ലറ പത്തിരി കിട്ടും 5 കിലോ പൊടിയോട് ചുട്ടിക്കുകയാണെങ്കിൽ. ആ പത്തിരി ആവശ്യമുള്ളതാണ്. ഇത്ര തോനെ പത്തിരിപ്പൊടിയൊക്കെ വാട്ടിയെടുക്കണമെങ്കിൽ മക്കളെ കൈക്കാവുന്ന ആണുങ്ങൾ തന്നെ വേണം കേട്ടോ. അല്ലെങ്കിൽ പെണ്ണുങ്ങളായാലും മതി കേട്ടോ. എനിക്ക് അങ്ങനെ ഒന്നും കൂടുതലൊന്നും ഇളക്കാൻ കഴിയൂല. പിന്നെ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കേണ്ടതിനെ കൊണ്ട് ഞാൻ ഇളക്കിന്നല്ലാണ്ടോ വയറ്റിലൊക്കെ ഞാൻ ഇളക്കി കൂട്ടുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ആരെങ്കിലും ഒന്ന് ഇളക്കി കൂട്ടിത്തരും, എന്നെങ്കിലേ വ്യവസായം കിട്ടും. ഞാനും ഇവിടെ പത്തിരിപ്പൊടി ഇളക്കി കൂട്ടലേ പത്തിരി പരത്തുന്ന കോയിലുകൊണ്ടാട്ടോ. ഒരു വണ്ണം കുറഞ്ഞൊരു കോയിലുണ്ട്, ഇതിനെക്കൊണ്ട് എനിക്ക് പത്തിരി എടുത്താനാവില്ല. അതുകൊണ്ട് ഞാനതെടുത്താണ് പിന്നെ ഇളക്കി കൂട്ടൽ കേട്ടോ. അല്ലാണ്ട് മരത്തിൻ്റെ കയ്യിലും കണിയൊന്നും ഇവിടെ ഇല്ല. അതും കൊണ്ട് റിഫുമോൻ ഇങ്ങനെ നടക്കുക കേട്ടോ. ഞാൻ പോയിട്ടപ്പോൾ കോന് ഇളക്കാൻ വരികയാണ്. ഞാൻ ചപ്പാത്തിയൊക്കെ പരത്തൽ പൈപ്പിൻ്റെ കഷ്ണം കൊണ്ടാട്ടോ, PVC പൈപ്പിൻ്റെ ഒക്കെ എന്നെ കൊണ്ട് പരത്തിയാലേ വ്യവസാവും. ഞാൻ അധികം അടുത്താണ് പരത്തിയാലേ. പിന്നെ ഇതിലൊക്കെ വലിയൊരു വണ്ണുള്ളൊരു കോയിലിട്ട് അതെടുത്താലും മതി. ഈ വോയിസ് എടുക്കുമ്പോൾ ഒക്കെ മക്കളെ സൗണ്ടിൽ പെടുന്നുണ്ട് കേട്ടോ. മക്കളും ഉപ്പയും കൂടി അപ്പുറത്താത്തുനിന്ന് കളിക്കുകയാണ്. അതിൻ്റെ ഒച്ചാണ് ഇങ്ങോട്ട് കേൾക്കുന്നത്. ഒരു കച്ചറ കളിക്കുകയും നല്ലോണം കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്.
അങ്ങനെ വാതിലടച്ചിട്ടാലും ഇതിൻ്റെ അകത്തേക്ക് കേൾക്കും കേട്ടോ. തീ നമ്മൾ ഓഫാക്കിക്കുന്നതിൽ വെള്ളത്തിന് കുറച്ച് പോരാകുണ്ട് കേട്ടോ. മോൾ ഭാഗം മാത്രമേ കട്ട കെട്ടിയുള്ളൂ. അടിയിലൊക്കെ എൻ്റെ എളുക്കലെത്തായിട്ടോന്ന് ഓർമ്മയില്ല, അതല്ലെങ്കിൽ വെള്ളം പോരായിട്ടോന്ന് ഓർമ്മയില്ല. ഏതായാലും മോൾ ഭാഗം മാത്രം കട്ട കെട്ടി കിട്ടും. നല്ലോണം ഇളക്കി കൂടിയൊക്കെയാണെങ്കിൽ മൊത്തം കട്ട കെട്ടി കിട്ടുമല്ലോ പത്തിരിപ്പൊടി. അങ്ങനെ കിട്ടണമല്ലോ വേണ്ടിയ. പൊടി ആയാലും നമുക്കറിയാം വെള്ളം പോരായിട്ടാണ്. അപ്പോൾ ഞാൻ നല്ലോണം ഇളക്കി കൂട്ടിയിട്ട് വെള്ളം പാരണോ അല്ലേന്ന് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ മക്കളെ കയ്യൊക്കെ ഉള്ളവർ വന്നിങ്ങനെ ഇതൊക്കെ ഒന്ന് ഇളക്കി കൂട്ടി തന്നു നോക്കി തന്നെ വെള്ളമൊക്കെ പാകാണ് കേട്ടോ. പിന്നെ എൻ്റെ സമാധാനത്തിന് കുറച്ചുകൂടി ഞാൻ ഇതിലൊക്കെ ഒഴിക്കുകയാണ്. ഇത് അധികമായി പോകുകയൊന്നുമില്ല, എന്നാലും പോരാകുകയില്ല. കുഴക്കുമ്പോൾ ഒക്കെ നല്ലോണം നമ്മൾ വെള്ളം കൂട്ടി കുഴച്ച് കാണാൻ മതി. അങ്ങനെ നമ്മളെ പത്തിരിപ്പൊടി നല്ലോണം അടുക്കി മൂടി വെച്ച് കിട്ടും. ഇനി ആവി കിടന്ന് ഇങ്ങനെ ഒന്ന് സോഫ്റ്റായി കിട്ടാണ്ട് എന്നാൽ കുഴച്ചെടുക്കാൻ നല്ല സുഖമാണ്. പിന്നെ അക്കത്ത് ചൂടണിഞ്ഞാൽ മതി, നമുക്ക് തിരക്കൊന്നുമില്ലല്ലോ. തുറന്ന് വെച്ച് ഇങ്ങനെ വേഗം ചൂടണിഞ്ഞിട്ടാൻ. പൊടി കഴിക്കാനെടുത്ത വെള്ളം 1.5 പാത്രം ആയിരുന്നല്ലോ. അതിൻ്റെ ബാക്കിന് എത്ര വെള്ളം ഉണ്ടെന്ന് അളന്ന് നോക്കാം. എന്നാൽ നമുക്ക് നമ്മളെ കണക്ക് പറയണം ഇത്ര പൊടിക്ക് ഇത്ര വെള്ളമായി എന്നുള്ളത്. അതിന് വേണ്ടി ഞാനൊന്ന് അളന്ന് നോക്കുക കേട്ടോ. അങ്ങനെ ആ പാത്രത്തിന് നമ്മൾ വെള്ളം അളന്നോ, അതിൽ തന്നെ തിരിച്ച് അളന്ന് നോക്കുകയാണ്. ഇതൊരു 1/4 പാത്രം വെള്ളം ബാക്കിയുണ്ട്. നമ്മൾ 1.5 പാത്രം വെള്ളം അതിനടുത്ത്. എന്നാൽ 1.25 പാത്രം വെള്ളമായിട്ടോ പൊടി കുഴക്കാൻ. ഇന്നലെ അന്തി കുഞ്ഞിമക്കൾ കണ്ടുകൂടി നമ്മളെ മുറ്റത്ത് നിന്ന് പന്ത് കളിച്ചപ്പോൾ ഓലെ പന്ത് അറബിൻ്റെ മുറ്റത്തെത്തിപ്പോയി കേട്ടോ. അവിടെ പോയി എടുക്കാൻ ഓൾക്ക് മടിയാകുക. എന്നോട് പറഞ്ഞ് ഞാൻ എടുത്തിട്ട് എടുക്കാൻ പോവുക കേട്ടോ. നല്ല വെയിലാണ്, പൊരി വെയിൽ, നട്ടുച്ച വെയിലല്ലേ. ഞാൻ അവിടെ പോയി എടുത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓൾക്ക് മടിയാണ് പോവാൻ. അങ്ങനെ നമ്മൾ വാട്ടി വെച്ച പൊടിയിട്ട് കുറച്ചെടുത്ത് നമ്മൾ കുഴച്ച് ഉരുളാക്കി പരത്താൻ നോക്കുക കേട്ടോ. ഒരു 100 പത്തിരിക്കുള്ള പൊടി ഞാനെടുത്ത് കുഴച്ച് ഉരുളാക്കി വെക്കും. എന്നിട്ട് ഞാൻ തന്നെ പരത്തി ചുടുകയും ചെയ്യും കേട്ടോ. അത് കഴിയുമ്പോൾക്ക് ആൾക്കാരൊക്കെ വരും പത്തിരിപ്പൊടി കുഴക്കാനും ഉരുളാക്കാനും പരത്താനും ചുടാനും ഒക്കെ. എന്നപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ടാവും. അപ്പോൾ ഫസ്റ്റിൽ ഞാനൊന്ന് മുന്നിട്ട് നിൽക്കണമെന്നേ ഉള്ളൂ, പിന്നെ ഓല അങ്ങ് അയക്കുള്ളൂ. ഇന്ന് നമ്മൾ പത്തിരിക്ക് കറി ഉണ്ടാക്കുന്നത് ബീഫാണ് കേട്ടോ. ചേനയും കായും ഉരുളക്കിഴങ്ങും തക്കാളി ഉള്ളി എല്ലാം കൂട്ടി ഇങ്ങനെ തേങ്ങ അരച്ചൊരു കറി ഉണ്ടാക്കുകയാണ്. ഞാൻ വീഡിയോ ഇട്ടില്ലായിരുന്നു കേട്ടോ. 26 ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ച് കുത്തിരിക്കുന്ന ദിവസമൊക്കെ ആണല്ലോ. സാധാരണ നമ്മൾ നോമ്പായ രാത്രിയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യൽ. അതിനെക്കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാടുന്നത്. നോമ്പ് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടേ സമയം നമുക്കൊന്ന് മാറ്റിയെടുക്കണം. കൃത്യമായിട്ട് ടൈമിനൊന്നും ഞാൻ വീഡിയോ ഇടയിലേക്ക് കൂടാത്തത് കൊണ്ടാണ്. ഇനി കൃത്യമായിട്ടൊക്കെ ഒരു വീഡിയോ ഇടാൻ ശ്രമിക്കണം. നോമ്പ് പെരുന്നാളൊക്കെ ആയിട്ട് കഴിയട്ടെ ഇൻഷാ അല്ലാ. ഇന്ന് മുത്തുവിന് നേരത്തെ ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുക്കണം. സാധാരണ നോമ്പൊക്കെ തുറന്ന് ഇശാവ കഴിഞ്ഞിട്ട് എനിക്ക് ഫുഡ് കൊണ്ടുപോയി കൊടുക്കൽ. അന്നപ്പോൾ ഒന്നും എനിക്ക് തിരെ കഴിക്കാനുള്ള സമയം ഉണ്ടാവില്ല. കസ്റ്റമറുണ്ട്, ഇഷ്ടംപോലെ കസ്റ്റമറാണ്. നമുക്ക് കൊടുക്കുക അതിനെക്കൊണ്ട് കസ്റ്റമറൊന്നും ഉണ്ടാവില്ല. വേഗം എന്തെങ്കിലും തിന്നുകയും കൊടുക്കുകയൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ നമ്മളെ ബീഫ് കറിക്കുള്ള കഷ്ണങ്ങളും പച്ചക്കറികളൊക്കെ റെഡിയായി കുത്തിരിക്കുന്നുണ്ട് കേട്ടോ. തക്കാളി ഉണ്ട്, ഇഞ്ചി ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്, പച്ചമുളക്, കറിവേപ്പില, വല്യുള്ളി, പിന്നെ ബീഫൊക്കെ കഴുകി വെച്ചിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഇതിലൊക്കെ എത്തിയില്ല. കായും ചേനയും ഉണ്ട് കേട്ടോ. ഇനി ഉള്ളി അസുടി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതിൽ കുത്തി നിറക്കുക കേട്ടോ, പാത്രം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഈ ചേനയും കായും ഒഴിവാക്കിങ്ങാൻ ബാക്കിയെല്ലാം കൂടി ഇടൊന്ന് കൂട്ടി വെച്ചാട്ടോ കറി വെക്കുന്നത്. കുക്കറിൽ വെക്കുകയൊന്നുമല്ല, വട്ടച്ചമ്പിൽ ഗ്യാസുമ്മലൊക്കെ വെക്കുകയാണ്. അതിന്മേൽ അങ്ങനെ ആക്കത്തിൽ വെന്തിട്ടിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും. അല്ലാണ്ട് ഒരുമിച്ച് വെക്കുന്നില്ല. കഷ്ണം കൂടി ഒരുമിച്ചിട്ടിക്കാണെങ്കിൽ വെന്തൊടിഞ്ഞു. കായും ചേനയൊക്കെ വേഗം വേവും, അധികം വേവുന്നില്ല ഇവിടുത്തെ കായ്ക്കും ചേനയൊക്കെ ഒന്നും. ഞങ്ങൾക്ക് കഷ്ണമായിട്ട് കിട്ടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് വേറെ ഇടുക കേട്ടോ, പകുതി വേവായിട്ട്. അല്ലാണ്ട് ബാക്കി സാധനങ്ങളൊക്കെ ഒരുമിച്ച് അങ്ങോട്ട് ഉരുളക്കിഴങ്ങ് ബീഫിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് ഇട്ടു. എന്നാൽ കറിക്കൊരു മുയിപ്പ് ഇട്ടല്ലോ. അങ്ങനെ പച്ചക്കറി എല്ലാം കൂടി വട്ടച്ചമ്പിലേക്ക് ഇട്ട് അതിൻ്റെ മുകളിലേക്ക് മസാലപ്പൊടി ഇട്ടിക്ക് കേട്ടോ. 6 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിക്കുന്നത്, 2 ടേബിൾ സ്പൂൺ മുളകും പൊടി ഇട്ടിക്കുന്നത്, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ പച്ചമുളകും ഉണ്ടല്ലോ. ഈ മുളകും പൊടിക്ക് നല്ല എരിവുണ്ട് കേട്ടോ. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഈ മസാല പച്ചക്കറി ഒന്നും ഞമ്മടി തിരുമ്പി എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ബീഫ് ഇട്ടിട്ട് ഒന്നുകൂടി സെറ്റാക്കി എടുക്കണം കേട്ടോ.
പുന്നാര മക്കളെ ആരും ചോദിക്കലിട്ടോ കറിയിൽ ഉപ്പിൻ്റെ ആവശ്യമല്ലേന്ന് 6 ടേബിൾ സ്പൂൺ ഉപ്പ് നമ്മൾ മസാലപ്പൊടിയൊക്കെ ഇട്ടപ്പെട്ട് കിട്ടോ. അത് പറയാൻ മറന്നുപോയതാണ്. അതുകൊണ്ട് ഗരം മസാല ഇട്ട് കിട്ടോ. കഷ്ണങ്ങളൊക്കെ ഇട്ടപ്പം ഗരം മസാല പൊടി ഇട്ടിക്കുന്നു. പിന്നെ നമ്മൾ തേങ്ങ അരച്ചപ്പോൾ ഏലക്കായും ജീരകവും പട്ടയും പൂവൊക്കെ കുറേ ചതും കൂട്ടിക്കിട്ടോ. വലിയ ജീരകവും പിന്നെ ചെറിയുള്ളിയും കൂട്ടിക്കുന്നു. അതൊക്കെ കൂട്ടിയാണ് തേങ്ങ അരച്ചത്. പിന്നെ നമുക്ക് വറവ് ചെയ്യാനും വേണം കറിവേപ്പിലയും ചെറിയുള്ളിയും പിന്നെ മല്ലിച്ചപ്പിടിയും വേണം കേട്ടോ കറിയിൽ. നമ്മളെ കറിയും സെറ്റാക്കി അതായത് തേങ്ങ ഇട്ട് ഇറക്കി വെച്ചേക്കുന്നത്. ഇനി വറവ് ചെയ്യണോ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇപ്പുറത്ത് പത്തിരി വറ്റി ചുടുകയാണ്. കാണാൻ മക്കളെ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മളോട് പത്തിരിപ്പൊടിക്ക് എത്ര വെള്ളം വേണ്ടിയെന്ന് ചോദിച്ചാൽ മോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതുപോലെ വീഡിയോകൾക്ക് ഉപകാരപ്പെടുമെന്നും വിചാരിക്കട്ടെ. കണ്ടൊക്കെയാണെങ്കിൽ ഇതോണൊന്ന് ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ചെയ്യേ. വീഡിയോ ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ.